അടുത്തൊരു 10 മിനിറ്റ് നമുക്ക് ഹൃദയസാക്ഷിയായ ഒരു വിവരണം കേൾക്കാം. കഴിഞ്ഞ 3 ദിവസമായി അവരേറ്റ പീഠം, പ്രത്യേകിച്ച് ഇന്നലെ വെളുപ്പിന് അവരേറ്റ പീഠം, ഇവിടുത്തെ എല്ലാ തെരുവുകളും നശിപ്പിച്ചിട്ട് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും പുറത്തുള്ളവരെയും ബന്ദിയാക്കി തെരുവുകളില്ലാതെ പീഠങ്ങൾ നടത്തിയ പോലീസിന് നിലവാഴ്ച. പക്ഷേ പരിശുദ്ധാത്മാവിന് ആഗ്രഹം ഉണ്ടായിരുന്നു ദൈവത്തിന് കഴിയണമെന്ന്. ആത്മാവിന് അവസരം ഒരുക്കി. ദൈവാത്മാവിനെ നമുക്ക് നന്ദി പറയാം. ആ കാഴ്ച നമ്മളുടെ ഹൃദയ കടക്കുന്നതായിരുന്നു. നമുക്ക് നേരിട്ട് കേൾക്കാം. സംസാരിക്കുന്നത് രാജപ്പൻ ഇലക്ഷനാണ്. ഞങ്ങൾ 21 പേരുണ്ടെങ്കിലും കൂടുതൽ അധികമാൾ കൊണ്ട് ഇന്ന് സംസാരിക്കാൻ എന്നെ തിരഞ്ഞെടുത്തത് നിങ്ങളല്ല, ഇവിടെ നിൽക്കുന്ന പോലീസാണ് എന്നെ തിരഞ്ഞെടുത്തത്. എൻ്റെ പേര് അതിക്രമങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ തന്നെ പറയാം എന്ന് കരുതുന്നു. ഞങ്ങൾ പലരും അവസരമാണ്, ആരോഗ്യ പ്രശ്നങ്ങൾ, സ്വരം പോയി, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. എന്നിരുന്നാലും ഞങ്ങളുടെ ഹൃദയം തുറന്ന് പങ്കുവയ്ക്കേണ്ടത് ഞങ്ങളെ ഹൃദയത്തോട് ചേർത്ത് ഞങ്ങൾ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവജനത്തോടാണ്. ഞങ്ങളുടെ പൗരോഹിത്യം സ്വീകരിച്ച് ഞങ്ങളുടെ ജീവിതം സമർപ്പിച്ചിരിക്കുന്നത് നിങ്ങളോടാണ്. തീർച്ചയായും ഞങ്ങളുടെ ജീവിതം നിങ്ങളോടാണ് ഞങ്ങൾ പങ്കുവയ്ക്കേണ്ടത്, പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. ബലിപീഠത്തിൽ ദിവസവും ഞങ്ങൾ മുറിച്ച് പങ്കുവയ്ക്കുന്നത്. പ്രിയമുള്ളവരെ, അധാർമികമായ ഭരണ സംവിധാനത്തിനെതിരെ, ഭരണത്തിൻ്റെ അധികാര ദുർവിനിയോഗത്തിനെതിരെ നമ്മുടെ അതിരൂപതയിൽ അങ്കമാലിയിൽ ജനുവരി 7-ാം തീയതി മനസ്സാക്ഷിയുടെ സ്വരം ഉണർത്തുന്നതിന് നമ്മുടെ അഭിനന്ദ പിതാക്കന്മാരുടെ, വൈദികരുടെ, പൊതുസമൂഹത്തിൻ്റെ, വിശ്വാസികളുടെ മനസ്സാക്ഷിയുടെ സ്വരം ഉണർത്തുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ഡോക്ടർ ജോയ്സ് കൈതകൊടിലച്ചൻ ഉപവാസം ആരംഭിച്ചു. 2.5 ദിവസം കഴിഞ്ഞിട്ടും ബന്ധപ്പെട്ടവരുടെ, അധികാരികളുടെ അടുത്ത് ആ സ്വരം എത്തിയില്ല. അവരുടെ മനസ്സാക്ഷിയത് ഉണർത്തിയില്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അവരതിനോട് യാതൊരു തരത്തിലും പ്രതികരിക്കുകയോ ജോയിസസിനെ ഒരു മെത്രാപ്പോലീത്തയോ മെത്രാൻ പോലും വിളിക്കുകയോ അന്വേഷിക്കുകയോ, എന്താണ് മക്കളെ നിങ്ങൾ പറയുന്നത്, നമ്മൾ ഒരുപാട് നാളായി, വർഷമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന, പക്ഷെ അതിനെയെല്ലാം തമസ്കരിക്കുന്ന, അതിനെ ഫാസിസ്റ്റുകളെ പോലെ സൈലൻസ് ചെയ്യുന്ന പത്രപ്രസ്താവനകളും മറ്റുമാണ് ഉണ്ടായത്. അതിനെ തുടർന്ന് ഞങ്ങൾ 21 വൈദികര് ഈ ഭവനത്തിൽ വന്ന് ഞങ്ങളുടെ സാന്നിധ്യം അവഗണിക്കാൻ പറ്റാത്ത വിധം ഉള്ള സാന്നിധ്യമാക്കി നമ്മുടെ എല്ലാവരുടെയും സ്വരം, ജോയ്സ് ഉയർത്തിയ സ്വരം കേൾക്കപ്പെടണം എന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു. ഈ അരമനയുടെ പടിവാതിൽ ബഹുമാനപ്പെട്ട കടത്തിലച്ച പറഞ്ഞതുപോലെ ഇന്നേ വരെ ഒരു മനുഷ്യന് നേരെയും അടയ്ക്കപ്പെട്ടിട്ടില്ല. ഈ അതിരൂപത മനുഷ്യനെയാണ് കാണുന്നത്, മതത്തെ പോലും അല്ല കാണുന്നത്, ക്രൈസ്തവൻ എന്ന് പോലും അല്ല കാണുന്നത്. ഒരു മനുഷ്യന് നേരെയും അടയ്ക്കപ്പെടാത്ത ഈ വാതില് അടയ്ക്കപ്പെട്ട് ചങ്ങലകൾ കൊണ്ട് പൂട്ടി ഇടുന്നത് കാണുമ്പോൾ ഞങ്ങളുടെ ഹൃദയം തകരുകയാണ്. ഈ വാതിൽ തുറന്ന് അകത്ത് വന്നാൽ വരുന്ന ആൾക്കും ഈ അരമനയുടെ ഏത് മുറികളിലേക്കും പ്രവേശനമുണ്ട്. ഇവിടുത്തെ വിവിധ മുറിയിൽ, ഭക്ഷണം കഴിക്കുന്ന മുറിയിൽ നമ്മൾ വന്നിരുന്നാൽ ചിലപ്പോൾ നമ്മുടെ കൂടെ വന്ന് ആവേശിച്ചിരിക്കുന്നത് ഈ സഭയുടെ അത്യുന്നത കർദിനാൾ മേജർ ആർച്ച് ബിഷപ്പ് വരെയാകാം. അത്രമാത്രം തുല്യതയോടെ സന്തോഷത്തിന്റെ സാഹോദര്യത്തിൽ ജീവിച്ചിരുന്ന ഈ അതിരൂപത ഭവനത്തെ കൊള്ളക്കാരുടെ ഗുഹയാക്കി മാറ്റിയ അനുഭവം നമുക്ക് ആർക്കും താങ്ങാവുന്നതല്ല. അപ്പോൾ 2 മണിക്കൂർ വരെ വെയിലത്തൊന്ന് ചോദിച്ചിട്ടും ഈ ഭവനത്തിലേക്ക് പ്രവേശിക്കാൻ അനുവാദം തരാതെ കാവൽക്കാരെ നിർത്തി ഭീഷണിപ്പെടുത്തുന്നു. പുറത്ത് പോലീസിനെ, ACPയെ, DCPയെ വരെ വിളിച്ചു വരുത്തി ഭീഷണിപ്പെടുത്തിയ അനുഭവമുണ്ട്. ചെറിയച്ഛൻ ഒരു ലോഹ ധരിക്കാൻ വന്നിട്ട് 3 മണിക്കൂർ പോയി വെയിലത്ത് വന്നിട്ടും അദ്ദേഹത്തിന് അകത്ത് കയറാൻ അനുവാദം കൊടുത്തില്ല. അദ്ദേഹത്തെ തടഞ്ഞ SHO പറഞ്ഞത് കഴിഞ്ഞ വർഷത്തെ അളവ് ഇവിടെയുണ്ട്, ആ ലോകം തയ്ച്ചിട്ട് അത് ഇട്ടാൽ മതി എന്നാണ്. ചെറിയച്ഛൻ മെയ്യാന്ന് SHO സാറിനോട് ചോദിച്ചു, എനിക്ക് ഭാഗമായില്ലെങ്കിൽ ആ ലോകം സാർ ഇടോ എന്ന് ചോദിച്ചു. കൂടെ നിന്ന് പോലീസുകാർക്ക് ചിരിച്ചു പോയി. പോലീസിനെ കളിയാക്കുന്നതല്ല, അവരൊക്കെ അങ്ങനെ പറയിക്കാൻ നിർബന്ധിക്കുന്ന സാഹചര്യം ഈ അരമനയുടെ അകത്ത് കയറിയിരിക്കുന്ന കൊള്ള സംഘമാണ്. അതുകൊണ്ട് ഞങ്ങൾ ഈ നൈപുണ്യയുടെ മറ്റൊരു വാതിലിലൂടെ, തുറന്നിട്ട വാതിലിലൂടെ തന്നെ
ഒരു കേടുകളോ ഒരു അക്രമ പ്രവർത്തനങ്ങളോ കൂടാതെ വളരെ സുഗമമായി ഞങ്ങൾ ഇതിൻ്റെ അകത്ത് കയറി ഞങ്ങൾ സാധാരണ ഇരിക്കാറുള്ള പോർട്ടിക്കോയിലെ സെൻട്രൽ ഹാളിൽ ഞങ്ങൾ ഇരുന്നു. ഞങ്ങൾ ഇവിടെയുള്ള ഈ ക്രിമിനൽ കൂരിയായിലെ അംഗങ്ങളെ ഫാദർ ജോഷി പുതുവ, ജേക്കബ് അലിക്കപ്പള്ളി, സൈമൺ പള്ളുപേട്ട, അരിപ്പള്ളി അച്ഛൻ ഇങ്ങനെയുള്ളവരെ കാണാൻ ഞങ്ങൾ ശ്രമിച്ചു. അവരെ വിളിച്ചു. ഞങ്ങളെ കണ്ടപ്പോൾ അച്ഛൻ ഓടിപ്പോവുകയാണ് ചെയ്തത്. അവരെ മുറിയുടെ അകത്തിൽ നിന്ന് പോലീസിനെ പലവട്ടം വിളിച്ചു വരുത്തി. ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനോ എല്ലാത്തിനുമുള്ള സെൻട്രൽ ഹാളിൽ ഞങ്ങൾ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഞങ്ങളുടെ പല വീഡിയോകൾ പ്രൈവസി മാനിക്കാതെ മുറിയിൽ ഒളിച്ചിരിക്കുന്നവർ CCTVയിലൂടെ പുറത്തു വിട്ടത് അവർ നേരിട്ടല്ല, അവരുടെ ഗുണ്ടസംഘങ്ങളായ വ്യക്തികൾ വഴിയാണ്. ഈ അതിരൂപതയെ നശിപ്പിക്കാൻ ദൈവജനത്തെ വിഭജിച്ച് പൈശാചികമായ രീതിയിൽ വിഭജനത്തിന്റെ ആത്മാവിനെ കൊണ്ടുവന്ന് ആ വിഭജനത്തിന്റെ ആത്മാവിലൂടെ പ്രവർത്തിക്കുന്ന ചില ആളുകളിലൂടെ അത് പുറത്തു വന്നപ്പോൾ ഞങ്ങൾക്ക് ആ CCTVകളെ മറച്ചു വെച്ചു. കാരണം ഞങ്ങളുടെ പ്രൈവസി പ്രധാനപ്പെട്ടതാണ്. മറ്റെല്ലാ CCTVകളെല്ലാം മറിച്ചു. അതല്ലാതെ മറ്റൊരു തരത്തിലുള്ള യാതൊരു പ്രവർത്തനങ്ങളും ക്രമം തെറ്റിക്കുന്ന യാതൊന്നും ഞങ്ങൾ ഇവിടെ ചെയ്തിട്ടില്ല. അങ്ങനെ എനിക്ക് 12-ാം തീയതി 9-ാം തീയതിയാണ് നമ്മൾ ഇവിടെ വന്നത്. 10-ാം തീയതി ഇന്നലെ വെളുപ്പിന് എൻ്റെ റിലേ പോയൊരു സംശയമുണ്ട്. ഇന്നലെ വെളുപ്പിന് ഞങ്ങൾ കുറച്ച് പേര് വൈദികര് വിശ്രമ മുറിയിൽ വൈദികർക്കുള്ള ഗസ്റ്റ് റൂം എന്ന് എഴുതി ഒട്ടിച്ചു വെച്ചിരിക്കുന്ന ഏതാണ്ട് 6-8 കട്ടിലുകളുള്ള ഒരു ഹോള് പോലത്തെ മുറിയിൽ ഞങ്ങൾ വിശ്രമിക്കുകയായിരുന്നു. മറ്റു പേര് സെൻട്രൽ ഹാളിൽ ചിലർ ഉണർന്നിരിക്കുന്നു, ചിലർ കിടക്കുന്നു. രാത്രിയുടെ യാമങ്ങളിൽ ഞങ്ങൾ ഉണർന്ന് ചിലരിയിരിക്കുന്നതിന് കാരണം പോലീസിന്റെ ഭാഗത്തു നിന്നും പോലീസിനെ ഉപയോഗിച്ചവര് അതിക്രൂരമായി ഞങ്ങളെ വേട്ടയാടുന്ന അനുഭവം, നമ്മുടെ അതിരൂപത മക്കളെ വേട്ടയാടുന്ന അനുഭവം ഇതിക്ക് മുമ്പുണ്ടായതുകൊണ്ട് ഈ അട്രോസിറ്റീസ് ഞങ്ങൾ തരത്തിൽ പ്രതീക്ഷിച്ചിരുന്നു. അതുകൊണ്ട് പലരും ഉണർന്നിരുന്നു. ഞാൻ ഉറങ്ങിയിരുന്നു. അപ്പോഴാണ് ഏതാനും വിജിലൻസിൽ നിന്ന് വന്ന സാറാണ് ആദ്യം വന്നെന്ന് തോന്നുന്നു. സാറ് പേര് വിജയകുമാർ തന്നെ സാറ് വരുന്നു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കുറെ പേര് കടന്ന് പെട്ടെന്ന് മുന്നിലേക്ക് വന്നു. അവർ വന്നത് സൈമൺ പള്ളുപേട്ടയാണ് അവർക്ക് വരാനായിട്ട് അരമനയുടെ ആദ്യത്തോട് കൊടുത്തത്. കാരണം അദ്ദേഹവുമായിട്ട് അവരാണല്ലോ ഈ ഓപ്പറേഷൻ നടത്തുന്നത്. ഞങ്ങൾ ക്രൂരമായി മർദ്ദിച്ച് ഓപ്പറേഷൻ നടത്തിയത് അവർ തന്നെയാണ്. അകത്തേക്ക് വന്നവര് ഞങ്ങളോട് പെട്ടെന്ന് ഇവിടെ നിന്ന് പോകണമെന്ന് പറഞ്ഞു. അപ്പൊ നിയമം അറിയാവുന്നവർ ചോദിച്ചു, നിങ്ങൾ ആരാണ് ഞങ്ങളോട് ഇവിടുന്ന് പോകാൻ? ഞങ്ങളുടെ ഭവനമാണത്, ഞങ്ങളുടെ അഡ്രസ് ഇവിടെയാണ്, ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഞങ്ങൾ പുറത്താക്കാൻ നിങ്ങൾ ആരാണ്? ഞങ്ങളുടെ വീട്ടിൽ നിങ്ങൾ കിടക്കുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് ആ അധികാരം തൊട്ടു ഞങ്ങളെ സംരക്ഷിക്കേണ്ടത് ഞങ്ങളെ തൂക്കിയെടുത്ത് പുറത്തെറിയാൻ നിങ്ങളാണ്. ആ ചോദ്യങ്ങൾക്ക് മുമ്പ് അവർ പദവിയില്ല. കാരണം അവരുടെ ഇന്റൻഷൻ വേറെയാണ്. അപ്പൊ ഏതാനും പേര് അവരുടെ ID കാർഡുകൾ കാണിച്ചു. ഇതിന് മുമ്പ് വന്ന SHO സാറിന് 2 ദിവസമായിട്ട് ഞങ്ങൾ ID കാർഡുകൾ കാണിച്ചു. ഈ അഡ്രസ്സിൽ, ഈ ഭവനത്തിന്റെ അഡ്രസ്സിലുള്ള ഞങ്ങൾ ID കാർഡുകൾ കാണിച്ചു. അതുകൊണ്ട് നിയമപരമായി ഞങ്ങളെ പുറത്താക്കാൻ അവർക്ക് കഴിയില്ല എന്നറിയുന്നതുകൊണ്ട് അവരുടെ ഭാവം മാറി. 1 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും അവർ ക്രൂരന്മാരായി ഞങ്ങളെ ആ മുറിയിനകത്ത് ഇട്ട് ഫോൺ തട്ടിപ്പറിക്കാനുള്ള ശ്രമമാണ് ആദ്യം നടത്തിയത്. കാരണം അവർ ചെയ്യാൻ പോകുന്ന ക്രൂരമായ അട്രോസിറ്റീസ് രേഖകളില്ലാതാക്കണം എന്നതായിരുന്നു അവരുടെ ശ്രമം എന്ന് പിന്നീട് നമുക്ക് മനസ്സിലാവും. എല്ലാവരും ഫോൺ തട്ടിപ്പറിക്കാൻ ശ്രമിച്ചു. പിടിച്ചു വലിക്കുന്നു, കൈത്തിരിക്കുന്നു. ഫോണുകൾ അവരെ കരസ്ഥമാക്കി. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ദിസ് ഈസ് അവർ പ്രൈവറ്റ് പ്രോപ്പർട്ടി, ഞങ്ങളുടെ സ്വകാര്യ സമ്പത്ത് നിങ്ങൾ കൈവയ്ക്കാൻ നിങ്ങളാണ് കള്ളന്മാരാണ്. ഞങ്ങളുടെ സമ്പത്ത് സംരക്ഷിക്കേണ്ടത് നിങ്ങൾ കള്ളന്മാരാണ്. ഞങ്ങളെ തട്ടിപ്പറി നിങ്ങളാണ് അധികാരം. പക്ഷെ അവരത് തട്ടിപ്പറിച്ചു. കാരണം അവർ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ റെക്കോർഡ് ചെയ്തതാണ്. അത് പിന്നീട് നമുക്ക് മനസ്സിലാക്കി. AC വിജയകുമാർ ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് മീഡിയയോട് പറഞ്ഞപ്പോൾ അവരുടെ ലക്ഷ്യം നമുക്ക് മനസ്സിലായി. അതിനുശേഷം അവര് കയ്യിൽ കാര്യം പിടിച്ചു. അപ്പൊ ചില അച്ഛന്മാര് കുറച്ചു പേര് കൈകൾ ചേർത്ത് പിടിച്ച് യഥാർത്ഥത്തിലുള്ള ഒറ്റക്കെട്ടിന്റെ അനുഭവത്തില് ഒറ്റക്കെട്ടായിട്ട് അവിടെ നിന്നു. ഒറ്റക്കല്ല അവര് ഒറ്റക്കെട്ടായി അവിടെ കിടന്നപ്പോ കിടന്നു. അപ്പൊ അവര് കാലിലും പിടിക്കുകയും വലിക്കുകയും തിരിക്കുകയും ചെയ്തു. എന്റെ കാലിലും പിടിച്ച് വലിച്ചു. ഞാനപ്പോ കട്ടിലിന്റെ ഒരു കാലിൽ ഞാൻ ശക്തിയായി പിടിച്ചു.
അപ്പൊ അവർ അതിനേക്കാൾ ശക്തിയിൽ പിടിച്ചു. ഏതാണ്ട് 7 അടി പൊക്കമുള്ള അനൂപ് ചാക്കോവാണ് എന്നെ കൈകാര്യം ചെയ്തത്. എന്നെയാണ് ആദ്യം ടാർഗറ്റ് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഞാനായിരുന്നു ഈ വീഡിയോ ഒക്കെ പിടിച്ച് ഇവിടുത്തെ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ആയിരിക്കാം എൻ്റെ ക്യാമറ ആദ്യം കണ്ടുപിടിച്ചത്. അപ്പോൾ ACP ജയകുമാറിനെതിരെ ഞാൻ പരാതി കൊടുത്തിരുന്നു ഡിസംബർ 24-ാം തീയതി. അദ്ദേഹം ഈ 2 വർഷമായി പുലർത്തി വന്ന ഏകപക്ഷീയമായ രീതി, നിയമമില്ലാത്ത നിയമപാലകനായി ക്രൂരനായി ഈ 2022 ഡിസംബറിൽ ഈ ബസ്ലിക്കയിൽ അദ്ദേഹം നോക്കി നിൽക്കെ പോലീസിന് മെഗാഫോൺ ഉപയോഗിച്ച് അക്രമികൾ അവരുടെ മുമ്പിൽ നടമാടിയപ്പോൾ അവരുടെ കൂടെ നിന്നത്, അവരുടെ കൂടെ രാത്രി മുഴുവൻ ഗൂഢാലോചന, പൊതുവെ സങ്കീർത്തിയിൽ ഗൂഢാലോചന ചെയ്ത അതേ വ്യക്തികൾ പിറ്റേ ദിവസം ഞങ്ങളെ തട്ടിമറിച്ചപ്പോൾ അതേ കൈകെട്ടിയിരുന്നത് അദ്ദേഹത്തിന്റെ അത് ചെയ്ത വീഡിയോകൾ സഹിതം ഞാൻ സ്റ്റേറ്റ്മെന്റ് കൊടുത്തു. ഞാൻ മാത്രമല്ല, ഞങ്ങൾക്ക് ഇവിടെ മറ്റു 2 വൈദികർ കൂടി ഒപ്പിട്ട് DCP കൊടുത്തു. കാരണം 25-ാം തീയതി ക്രിസ്മസിന് വീണ്ടും ഇവിടെ അക്രമം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയാണ് 24-ാം തീയതി പരാതി കൊടുത്തത്. അപ്പോൾ മാത്രമല്ല, ബോസ്കോ പിതാവിന്റെ അടുത്ത് എന്നിട്ട് ഞാൻ ഈ കാര്യം പറഞ്ഞു. ACP ജയകുമാറിനെതിരെ ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം ചെയ്ത കാര്യങ്ങളെല്ലാം ഞാൻ അതിൽ എഴുതിയിട്ടുണ്ട്. ഈ കാര്യം ഞാൻ പിതാവിനെ അറിയിക്കുന്നു. ഈ ബസിലിക്കയില് രാത്രി വന്നു കയറിയ തയ്യൽ എത്തുന്ന അഡ്മിനിസ്ട്രേറ്റർ, അദ്ദേഹം ഇവിടെ ആ ദിവസങ്ങളിൽ ചെയ്ത അട്രോസിറ്റീസ് പിതാവിന് അറിയോ? പിതാവ് ചോദിച്ചു. പിതാവ് കേട്ടിട്ടുണ്ട്. അതിനെ തുടർന്ന് ഈ DCPക്കുള്ള പരാതിയെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ പിതാവിനെ പൂർണ്ണമായി അനുസരിക്കുന്നു എന്ന് പറയുന്ന ജോഷി പുതുവയും രാത്രി സമയങ്ങളിൽ ACP ജയകുമാറിന്റെ കൂടെ ഈ അരമനയിൽ നടത്തിയ ഗൂഢാലോചന പിതാവിനറിയും. അപ്പോൾ പോലീസ് രാത്രി ഇവിടെ എനിക്കറിയാമോ? ഇതെല്ലാം പിതാവിന്റെ അറിവോടുകൂടിയാണ് സംഭവിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നു. ഇനി നാളെ എന്തെങ്കിലും ഇവിടെ സംഭവിച്ചാൽ പിതാവായിരിക്കും അതിന് ഉത്തരവാദി എന്ന് ഞാൻ രേഖപ്പെടുത്തുന്നു. ഈ പറഞ്ഞ കാര്യം ഞാൻ പിതാവിനെ തന്നെ ഞാൻ എഴുതിപ്പെടുന്നതാണ് എന്ന് പറഞ്ഞു. അങ്ങനെ പകലിന്റെ വെളിച്ചത്തില് സത്യത്തിന്റെ വെളിച്ചം കാട്ടിയാണ് ബോസ്കോ പിതാവിനെ യഥാർത്ഥത്തിൽ 25-ാം തീയതി ഇവിടെ ബഹളം ഉണ്ടാകാതിരിക്കാൻ ഞങ്ങൾ ലോക്കെടുത്തു. അതുകൊണ്ടായിരിക്കാം ക്രിസ്മസിനുള്ള പ്രശ്നം ഉണ്ടായില്ല. പക്ഷേ എനിക്ക് മനസ്സിലാകുന്നില്ല, അതുകൊണ്ടാണോ എന്നെ ഇവര് അനൂപ് ചാക്കോ എന്നെ ഇത്രമാത്രം ടാർഗറ്റ് ചെയ്തതെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇവരെ കുത്തി മരിച്ചു കൊണ്ടുപോയി പലരെയും ആട്ടിയാണ് കൊണ്ടുപോയത്. എന്നെ 4 പേര് തൂക്കിയെടുത്ത് ആട്ടി കൊണ്ടുപോകുമ്പോൾ കൂടുതൽ നമ്മൾ പറഞ്ഞു നിലത്തിട്ട് വലിക്കില്ല എന്ന് പറഞ്ഞു. നിലത്തിൽ വലിച്ചുകൊണ്ട് എൻ്റെ കാലിൻ്റെ അടി പൊട്ടി ഒരു കഷ്ണം പോയി പുറമെ വരഞ്ഞിട്ടുണ്ട്. പിന്നെയുള്ളത് നിങ്ങൾ CCTV-യിൽ കണ്ടതാണ്. അവർ അരമനയുടെ മുൻവശത്തേക്ക് കൊണ്ടുപോയില്ല. കാരണം അവിടെ ധാരാളം വെളിച്ചത്ത് തീമ പ്രവർത്തികൾ ചെയ്യാൻ പറ്റില്ലല്ലോ. വളരെ ഷോർട്ടാണ്. ഞങ്ങൾ പുറത്തേക്ക് എടുത്ത വാതിലൂടെ നേരെ ഗേറ്റിലേക്ക് 50 മീറ്റർ ഉള്ളൂ. പക്ഷെ അവർ തിരഞ്ഞെടുത്തത് ഞങ്ങളിപ്പോൾ നിൽക്കുന്ന ഇരുട്ടിന്റെ വഴി കൂടെയാണ്. പക്ഷേ ദൈവത്തിന്റെ കണ്ണ്, സത്യത്തിന്റെ കണ്ണ് എവിടെയൊക്കെ ഉണ്ടെന്ന് അവർക്കറിയില്ലല്ലോ. അവർ ദുഷ്ടത ചെയ്യാൻ അവർ തീരുമാനിച്ചു. അപ്പൊ ഞങ്ങൾ ചോദിച്ചതാണ്, ഞങ്ങൾ അറസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് വാറന്റുണ്ടോ? അവർക്ക് വാറന്റില്ല. അവരെ അറിയാം. കോടതിയിൽ ഉത്തരവുണ്ടോ? ഒന്നുമില്ല. അപ്പോഴാണ് ഈ തട്ടിവരച്ചതിന് ശേഷം ഈ അക്രമ പ്രവർത്തനങ്ങൾ അവർ ചെയ്യാൻ തുടങ്ങിയത്. ACP ജയകുമാർ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് കാരണം എനിക്ക് മനസ്സിലാകുന്നു, താങ്കളുടെ മുകളിലുള്ളവരാണ് യഥാർത്ഥ കുറ്റക്കാരൻ. താങ്കളെ സംരക്ഷിക്കുന്നവര് അവിടെ ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. DCPക്ക് പരാതി കൊടുത്തിട്ട് താങ്കളെ സംരക്ഷിക്കുന്ന അതിന് മുകളിലുള്ള ആരാണെന്ന് എനിക്കറിയില്ല. DIG ആളുകളൊക്കെ ആയിരിക്കാം. അവർ നൽകുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് മാത്രമായിരിക്കാം അന്ന് ചിലപ്പോൾ, അല്ലെങ്കിൽ അന്ന് ഇവിടെ ഇരിക്കേണ്ടവരല്ല. കേരളത്തിലെ മനസ്സാക്ഷി അങ്ങയെ ഒരിക്കലും അങ്ങനെ സ്വീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ എന്നെ ഇവിടെ നിന്ന് തൂക്കി, എൻ്റെ കാര്യം ഞാൻ പറയുന്നത്, തൂക്കി കൊണ്ടുപോയത് ഈ ഇവിടെ ഇപ്പോൾ ഭാര്യകൾ വെച്ചിരിക്കുന്നതിൻ്റെ അകത്തേക്കാണ് കൊണ്ടുപോയത്. അവിടെ വെച്ചാണ് എൻ്റെ വസ്ത്രങ്ങള് ദിവസം അവർ വലിച്ചു ഊരിയത്. അതിന് മുന്നേ തന്നെ അതെല്ലാം വലിച്ച് പൊട്ടിച്ച് അതിൻ്റെ ബട്ടൺസ് എല്ലാം അവർ പൊട്ടിച്ച് കളഞ്ഞിരുന്നു. അവരെല്ലാം അവിടെ കൊണ്ടുവന്ന് ഇട്ടു, താഴേക്ക് ഇടുകയായി. അപ്പോഴാണ് ആ വാതിൽ തുറന്നില്ലാതെ കണ്ടായിരിക്കും അവർ ആ ഇരുട്ടത്തെ കൂടെ പുറത്തേക്കുള്ളവരാണ് അവരുടെ ശ്രമം എന്ന് തോന്നുന്നു ശ്രമിച്ചത്. അതുകൊണ്ട് അവർ പിന്നെ തിരിച്ചിട്ട് പോകും. അപ്പൊ ഞാൻ വീണ്ടും തിരിച്ചു ഞാൻ പോയി. കാരണം എന്റെ ഭവനത്തിൽ എനിക്ക് പ്രവേശിക്കാൻ അധികാരമുണ്ട്. ഈ ഗുണ്ടകളല്ല അത് തീരുമാനിക്കേണ്ടത്. അപ്പൊ വീണ്ടും അവരെന്നെ ഓടി വന്ന് കടന്നു പിടിച്ചു. അപ്പൊ എന്റെ കയ്യിലുള്ള 2ാമത്തെ ഫോൺ, അതിലാണ് ഞാൻ വീഡിയോ പിടിച്ച് പുറത്തേക്ക് വിട്ടുകൊണ്ടിരുന്നത്. ആ ഫോൺ ഞാൻ ഓണാക്കിയില്ല. അപ്പൊ ആ ഫോൺ പിടിച്ചു വാങ്ങാൻ എൻ്റെ കൈ പിടിച്ച് തിരിച്ചു. അത് കൈ പിടിച്ചിട്ട്
വേറെ പിടിച്ച് മലത്തി അനൂപ് ചാക്കോന്റെ ഫോൺ എടുത്തുകൊണ്ടുപോയി. ഞാൻ ഒരു SHO അതിന് ശേഷം പിന്നീട് അവിടെ വന്നപ്പോൾ ഞാൻ ചോദിച്ചു. അപ്പൊ അനൂപ് ചാക്കോ കൊണ്ടുപോയതിനെ പേര് പറഞ്ഞു, താഴെ കീഴ് ഉദ്യോഗസ്ഥരുണ്ട്, ഇവിടെ കൊണ്ടുപോയി. അപ്പൊ അദ്ദേഹം പറഞ്ഞു കളഞ്ഞു പോയതാണ് തിരിച്ചു. കളഞ്ഞു പോയില്ല, തട്ടിപ്പറിച്ചാണ് കിട്ടില്ല. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, അപ്പൊ തട്ടിപ്പറിച്ച താങ്കൾ കീഴ് ഉദ്യോഗസ്ഥരെ കൊണ്ടുപോയി. അപ്പൊ അദ്ദേഹം അനിതകളോട് പറഞ്ഞ കാര്യം ഫോൺ ഇവിടുന്ന് സംഘടിപ്പിക്കും തരാൻ ആളെ പറഞ്ഞു. അപ്പൊ തിരിച്ചു കിട്ടിയ പ്രശ്നമില്ല. അപ്പൊ ഞാൻ അനീഷ് SHO ചോദിച്ചു, താങ്കളുടെ തൊപ്പി ഞാനിപ്പോ എടുത്തുകൊണ്ട് പോവാം, ഞാൻ തിരിച്ചു തന്നാൽ ഒരാഴ്ച. അപ്പൊ കുഴപ്പമില്ല. ഇങ്ങനത്തെ മുട്ടുന്യായങ്ങളൊക്കെയാണ് പോലീസ് പറയുന്നത്. നീതിപാലകരായവര്, എല്ലാവർക്കും തുല്യ നീതി നൽകേണ്ടവര്, സാംസ്കാരികമായി സമ്പന്നമായ ഈ കേരളത്തെ, ഈ മനുഷ്യരെ ബഹുമാനിക്കേണ്ട, ആദരിക്കേണ്ട, സേവനം ചെയ്യേണ്ടവര് ഇങ്ങനത്തെ മുട്ടുപരിപാടികളാണ് ചെയ്യുന്നത്. അവർ ചെയ്യുന്ന കള്ളത്തരങ്ങള്, അക്രമങ്ങൾ, ഗുണ്ടാപ്രവർത്തനങ്ങൾ രേഖപ്പെടുത്താതിരിക്കാൻ വേണ്ടി ഈ മൊബൈൽ ഫോണുകളെല്ലാം തട്ടിപ്പറിക്കുന്നതിനാണ്. അവർക്ക് മാന്യമായി ഞങ്ങൾ അറസ്റ്റ് ചെയ്തതോടെ തോളിൽ തൊട്ട് അറസ്റ്റ് ചെയ്യുമെന്ന് 6 വൈദികരോടെങ്കിലും അവർ പറഞ്ഞു. ഫാദർ സണ്ണി കളപ്പുരയുടെ സഹപാഠിയായ ACP രാജ്കുമാർ ക്ലാസ്മേറ്റാണ്, അദ്ദേഹം തോളിൽ തൊട്ട് അറസ്റ്റ് ചെയ്യുന്നത്. പിന്നെ പിള്ളേര് സ്റ്റാച്ചു കൊണ്ട് കളിക്കുന്ന പോലെയായിരുന്നു. സത്യച്ചാണെങ്കിൽ നിയമം അറിയാസ്, ഞങ്ങൾക്കെല്ലാം നിയമം അറിയാം. ഞങ്ങൾ അറസ്റ്റ് ചെയ്യൂ എന്ന് പറഞ്ഞാൽ പിന്നെ ഞങ്ങൾ വില പിടിക്കേണ്ട കാര്യമില്ല, അവരിവിടെ പോയാൽ മതി. അത് നിയമപരമായ രീതിയാണ്. ഏത് പൗരന്റെ ഉത്തരവാദിത്തമാണ് ഞങ്ങൾക്കറിയാതെ. ഈ സമൂഹത്തിൽ ജീവിക്കുന്നവരാണ് ഞങ്ങൾ. അങ്ങനെ 6 പേരോട് അറസ്റ്റ് ചെയ്യൂ എന്ന് പറഞ്ഞാണ് ഇവിടേക്ക് കൊണ്ടത്. ഇവിടെ വന്നു കഴിഞ്ഞതിന് ശേഷം രാജ്കുമാർ ഒളിച്ചു കളിക്കുക. സന്ദേശം വിളിച്ചു, രാജ്കുമാർ ഇവിടെ വരൂ. രാജ്കുമാർ അടുത്ത് വരില്ല, ഒളിച്ചു നടക്കുക. ഇപ്പൊ വിളിച്ച ഫോൺ കൂടിയിട്ടില്ല അല്ലെ. അതുപോലെ ചെറിയച്ഛനെ അറസ്റ്റ് ചെയ്യുന്നതാണ്. മറ്റു പല 6 പേരെങ്കിലും അറസ്റ്റ് ചെയ്തു. കരിമടച്ചനെ അറസ്റ്റ് ചെയ്തു, മുള്ളഞ്ചരച്ചനെ അറസ്റ്റ് ചെയ്തു. ഇവിടെ ഒന്നും പോലെ ഞങ്ങളങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പൊ ഞങ്ങൾ എന്നോട് അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞില്ല. കാരണം അവര് എന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നേരത്തെ പ്ലാസ് ചെയ്തുകൊണ്ടായിരിക്കാം. പിന്നെ എന്നെ ഈ ഫോൺ തട്ടിപ്പറിച്ച് കഴിഞ്ഞ് പിന്നെ ചെയ്ത പല കാര്യങ്ങളും തൊഴിക്കലും തെറി പറയലും ഒക്കെ ഉണ്ടായിരുന്നു. ഒരു മനുഷ്യന്റെ ഒരു ഓഫീസറിന്റെ വായിന്ന് ഭയങ്കരമായ മദ്യത്തിന്റെ ദുർഗന്ധം ഉണ്ടായിരുന്നു എന്ന് ബാബു കളത്തിലച്ഛൻ പറയുന്നു. ഞാൻ പറയുന്നതെല്ലാം ഫാക്ട്സ് ആണ്, അതിശയോക്തികളല്ല. പക്ഷെ അതിൻ്റെ കൂടെ ചില കാര്യങ്ങൾ ഓരോ പൗരനും അറിയേണ്ട കാര്യങ്ങളുണ്ട്. ഞങ്ങൾ വൈദികര് ഈ തരത്തിൽ പോലീസിനോട് പ്രതികരിക്കുന്നത്, പോലീസ് സാറുമാർ മനസ്സിലാക്കണം, നിങ്ങളോട് വ്യക്തിപരമായി ഞങ്ങൾക്ക് വിഷമമുണ്ടായിട്ടില്ല. നിങ്ങൾ ഞങ്ങളുടെ സഹോദരങ്ങളാണ്. ഈ സമൂഹം സാംസ്കാരികമായി ഉന്നതമാകണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ. ഈ സമൂഹത്തെ ഉദ്ധരിക്കണമെന്ന് ആഗ്രഹിച്ച് ജീവിതം സമർപ്പിച്ചിരിക്കുന്നവരാണ് ഞങ്ങൾ. മാന്യമായി ആദരിക്കപ്പെടാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നവരാണ് ഞങ്ങൾ. അപ്പൊ അതുകൊണ്ട് തുല്യനീതിയും തുല്യമാന്യതയും ഏവർക്കും നേടിക്കൊടുക്കുക, അതിനുവേണ്ടി ജീവിതം സമർപ്പിച്ചിരിക്കുന്നവരാണ് ഞങ്ങൾ. അതുകൊണ്ടാണ് ഞങ്ങൾ പലപ്പോഴും നിങ്ങളെ ചോദ്യം ചെയ്യുന്നതും ഈ കാര്യങ്ങളെല്ലാം വിളിച്ചെന്ന് പറയുന്നത്. കാരണം നിങ്ങൾ പൊതു വ്യക്തികളായതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന തെറ്റുകൾ സമൂഹത്തെ മുഴുവൻ ബാധിക്കുക. നിങ്ങൾ മാത്രം ചെയ്ത തെറ്റാണെങ്കിൽ ഞങ്ങളോട് ഒന്ന് വ്യക്തിപരമായി പറഞ്ഞു, കാരണം നിങ്ങൾ ചെയ്ത തെറ്റ് ആ വ്യക്തിപരമായി പറഞ്ഞാൽ മതി, അവർ ക്ഷമിച്ചാൽ മതി. പക്ഷെ നിങ്ങൾ ചെയ്യുന്ന തെറ്റുകൾ പൊതുസമൂഹത്തോട് ചെയ്തുകൊണ്ടാണ് ഈ കാര്യങ്ങൾ നിങ്ങളുടെ പേര് സഹിതം ഉച്ചത്തിൽ പറയുന്നത്. നിങ്ങൾ തിരുത്തണം, കാരണം സമൂഹത്തെ ബാധിക്കുന്നു എന്നുള്ളതാണ്. 10 മിനിറ്റ് അല്ലേ? അതുകൊണ്ട് പോലീസ് ഓഫീസേഴ്സ് ആരും ഞാൻ ഈ പറഞ്ഞതിൽ വിഷമിക്കേണ്ടതില്ല. നമ്മളെല്ലാവരും ഒരു പാത്രത്തിൽ നിന്ന് ഒരു കേരളത്തിന്റെ മണ്ണിൽ മുതിർന്നു വന്ന് അടിഭക്ഷിക്കുന്നവരാണ്. നമ്മൾ സഹോദരങ്ങളാണ്, നമ്മൾ അങ്ങനെയാണ് ജീവിക്കുന്നത്. ആ ഒരു കൂട്ടുത്തരവാദിത്വം നിങ്ങൾക്കുണ്ടാകണം. ഞങ്ങളെങ്കിലും ആ തരത്തിൽ മാന്യമായി ഇത്രയധികം പഠിക്കുകയും പരിശീലനം കിട്ടുകയും ചെയ്ത ഞങ്ങളെങ്കിലും നല്ല സിറ്റിസൺസ് ആകാൻ ഞങ്ങൾക്ക് കഴിഞ്ഞെങ്കിൽ ആർക്കാണ് കഴിയുക? ആ ഉത്തരവാദിത്വം മാത്രമേ ഞങ്ങൾ ചെയ്യുന്നു. അതുകൊണ്ട് നിങ്ങൾ ആരും വ്യക്തിയുമായിട്ട് എടുക്കേണ്ട എന്ന് ഞാൻ കരുതുക.